ട്രാൻസിഷണൽ പോയട്രിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാൻസിഷണൽ പോയട്രി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു ഏജ് ആണ്, ഓക്കെ, ഒരു പീരീഡ് ഓഫ് ടൈമാണ് വേർ പോയട്രി ടുക്ക് പ്ലേസ് എ ട്രാൻസിഷൻ ഫ്രം ക്ലാസിക്കൽ ടു റൊമാൻറ്റിക്. ഓക്കെ, അതായത് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് എപ്പോഴാണ് വില്യം വേർഡ്സ്വർത്ത് തൻ്റെ ലിറിക്കൽ ബലാഡ്സ് എന്നുള്ള ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മൾ റൊമാൻറ്റിസിസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരുപാട് എഴുത്തുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന മെറ്റാഫിസിക്കലായിട്ടുള്ള പോയംസിനൊക്കെ മാറ്റി ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന നേച്ചർ അതുപോലെ ലവ് തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ എടുത്ത് പോയംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡാണ് നമ്മളിതിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. പോയട്രി ഓഫ് ദ ഏജ് ഓഫ് ട്രാൻസിഷൻ എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രാൻസിഷണൽ പീരീഡ് വരാൻ കാരണം എന്നുള്ളതാണ്, അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ റൊമാൻറ്റിക് റിയാക്ഷൻ. സോ ഫസ്റ്റ് റീസൺ വാസ് ദ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ സ്കൂൾ ഓഫ് പോപ്പ്. അലക്സാണ്ടർ പോപ്പ് എന്നുള്ള എഴുത്തുകാരൻ, അല്ലെങ്കിൽ ആ ഒരു പീരീഡിലുള്ള എഴുത്തുകാരുടെ ഒരു അഗസ്റ്റൻ ഏജ് റെസ്റ്റോറേഷൻ പീരീഡിലുള്ള എഴുത്തുകൾക്കുള്ള ഒരു റിയാക്ഷനായിട്ട് വേണമെങ്കിൽ നമുക്കിത് കാണാം. So the principles of Augustine of reason and correctness came to be challenged on a broad front. A new spirit was beginning to be felt in poetry. അതായത് റീസണിങ്ങിൻ്റെ ഒരു പീരീഡാണ്. ഓക്കെ, ന്യൂ ക്ലാസിക്കൽ എന്ന് പറയുന്ന, അതായത് എന്താണ്, റീസണിങ്ങിനാണ് അല്ലെങ്കിൽ കറക്റ്റ്നെസ് എല്ലാം എന്താണ് കറക്റ്റായിരിക്കണം എന്നുള്ളൊരു ഐഡിയ ആണ് ഈ ഒരു അഗസ്റ്റൻ ഏജിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഒരുപാട് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ അതുപോലെ സയൻസിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായിട്ടും കൃത്യത, ഫാക്റ്റിനെ വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങി. അത് ലിറ്ററേച്ചറിലും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൊമാൻറ്റിക് പോയട്രി അല്ലെങ്കിൽ ട്രാൻസിഷണൽ പോയട്രി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. വാല്യൂസ് വിച്ച് പോപ്പ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ഹാഡ് ഡിസ്കാർഡഡ് വെർ കമ്മിങ് ഇൻ ടു ദെയർ ഓൺ അഗെയിൻ. അതായത് എന്തൊക്കെയാണോ പോപ്പും ഫോളോവേഴ്സൊക്കെ നോ എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ തിരിച്ചു വരികയാണ് എന്തിലൂടെ ചെയ്യുന്നത്, ഈ പറയുന്ന റൊമാൻറ്റിക് പീരീഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ gradually the poets of the period began to break away from the bondage of pop. അതായത് പോപ്പ് കൊണ്ടുവന്ന അല്ലെങ്കിൽ പോപ്പിനെ പോലെയുള്ള എഴുത്തുകാർ കൊണ്ടുവന്ന ആ ഒരു രീതിയെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിച്ചിരുന്നത്. സോ there was a protest against bondage of rules, the return to nature and human heart. അതായത് സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ചും കൂടി എത്തീസ്റ്റ് ആയിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങും അല്ലേ. അതായത് ഇതാണ് ശരി, നമ്മൾ കാണുന്ന വിശ്വസിക്കുക, അല്ലെങ്കിൽ സയൻസ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഒരു കൃത്യതയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പക്ഷെ അതൊന്നുമല്ല, ഹ്യൂമൻ ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നേച്ചർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നേച്ചറിനൊരു അമ്മയായി കാണുക, ലവറായി കാണുക എന്ന് പറയുന്നത് എന്താണ്, അലക്സാണ്ടർ പോപ്പിൻ്റെ ആ ഒരു ഐഡിയയിൽ ഒരിക്കലും എന്താണ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ നിങ്ങളൊരു പോയറ്റാണെങ്കിൽ, ഒരു നേച്ചർ പോയറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഓരോ ഭാവങ്ങൾ, ഹ്യൂമൻ ഇമോഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. സോ വാട്ട് ദ ട്രാൻസിഷണൽ പോയറ്റ്സ് ഡിഡ്, ദാറ്റ് ദേ romanticize the nature, human emotions and other things. Okay, നെക്സ്റ്റ് ഈസ് അപ്രിസിയേഷൻ ഓഫ് നേച്ചർ. പ്രകൃതിയെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും ഇല്ലെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് എഴുതുകയും ചെയ്യുകയാണ് ട്രാൻസിഷണൽ പോയിറ്റ്സ് ചെയ്തത്. സോ ദ സ്ലോഗൺ ഓഫ് ദെം ഇസ് ഓൾസോ എ റിട്ടേൺ ടു നേച്ചർ. അതായത് നേച്ചറിലേക്ക് ഒരു തിരിച്ചുപോക്ക് എന്നുള്ള ഒരു സ്ലോഗനോട് കൂടിയിട്ടാണ് ഇവർ മുന്നോട്ട് വന്നത്. സോ ദ റിയൽ നേച്ചർ ഓഫ് എർത്ത് ആൻഡ് എയർ, നോട്ട് ടു ദ ബുക്കിഷ് നേച്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ പാസ്റ്റോറൽ ഓഫ് ദി വിൻസ്റ്റർ ഫോറസ്റ്റ് ഓഫ് പോപ്പ്. ദ പ്രീ റൊമാൻറ്റിക് പോയിറ്റ്സ് എക്സിബിറ്റഡ് എ ജെനുവിൻ love for the beauties of nature without introducing any mysticism in the interpretation of nature like Wordsworth and Shelley. എന്താണ്, മിസ്റ്റിക് എലമെൻറ്റ്സ് ഒക്കെ പിന്നീടാണ് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളെയും അതിമനോഹരമായി വർണ്ണിക്കുകയാണ് ഇവർ ചെയ്തത്. അല്ലാണ്ട് ഒരു ബുക്കിൽ പഠിച്ച കാര്യങ്ങളില്ലെങ്കിൽ വളരെ ബുക്കിഷായിട്ട് കാര്യങ്ങൾ കാണുകയല്ല എന്ത് ചെയ്തിരുന്നത് ഈ പോയറ്റ്സുകൾ ചെയ്തിരുന്നത്. സോ ദേ ഷോഡ് എ ജെനുവിൻ ലവ്. അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ വികാരങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹത്തെയാണ് അവർ ലിറ്ററേച്ചറിലൂടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. സോ അപ്പോൾ ഈ പ്രീ റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും, അതിൽ തോംസൺ, കോളിൻസ്, ബേൺസ്, ഗ്രേ തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അവരുടെ ഡീറ്റെയിൽ ആണ് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്തത്, റിവീൽസ് ആൻഡ് ഇൻറ്റിമേറ്റ് നോളജ് ആൻഡ് ലവ് ഫോർ നേച്ചർ കമ്മിങ് ക്ലോസ് ടു ദ വേർഡ്സ്വർത്തിയൻ ലവ്. വേർഡ്സ്വർത്ത് എങ്ങനെയാണോ ഒരു നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആരൊക്കെ ചെയ്തു, പ്രീ റൊമാൻറ്റിക് പോയറ്റ്സും
ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആൻ ഇമോഷണൽ അപ്പീൽ. ഇതൊരു അടുത്ത പ്രത്യേകതയാണ്. ദർ വാസ് എൻ റീ അഡ്മിഷൻ ഓഫ് ഇമോഷൻ ആൻഡ് ഈവൻ എ പേഴ്സണൽ ഇമോഷൻ ഇൻ ടു പോയട്രി. അതായത് പ്രകൃതിയെ പ്രകൃതിയായി കാണാതെ അതിലേക്കൊരു ഹ്യൂമൻ ഇമോഷൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു പേഴ്സണൽ ഇമോഷൻ ആഡ് ചെയ്യുന്നു. ആൻഡ് ഇമോഷൻ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ദ പ്ലേസ് ഓഫ് കോൾഡ് ഇൻ്റലക്ച്വൽ അപ്പീൽ ടു റീസൺ. അതായത് റീസണിങ് എന്നുള്ളതിനപ്പുറം ഇമോഷൻസിനെ വെച്ച് കാര്യങ്ങൾ കാണുന്ന ഒരു രീതിയാണ് എന്തിലുള്ളത്, നമുക്ക് പ്രീ റൊമാൻറ്റിക് പോയട്രിയിലായാലും റൊമാൻറ്റിക് പോയട്രിയിലായാലും കാണാൻ വേണ്ടി സാധിക്കുക. ഇൻ ദ ഏജ് ഓഫ് in the poetry of the age, we find the advent of sensibility and emotional sensitiveness that soon found expression in literature, gradually merged into larger and deeper imaginative life of romantic revival. എന്താണ് ഏജ് ഓഫ് സെൻസിബിലിറ്റി? സെൻസസ് അല്ലേ, സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കാണാനും കേൾക്കാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സെൻസസ് ഉണ്ട്. അതുപോലെ പ്രകൃതിയെ സെൻസിലേക്ക് അടുപ്പിക്കുന്ന പോലെ പോയട്രി മാറുകയുണ്ടായി. അപ്പോൾ ലിറ്ററേച്ചറിലൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു ഇമോഷണൽ സെൻസിറ്റീവ്നെസ് കയറി വന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കൺട്രി ലൈഫ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സയൻസിൻ്റെ ഒക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ടൈമാണ് ഇത്, ഈ ഒരു ട്രാൻസിഷണൽ പോയട്രി വരുന്നത്. ഓക്കെ, ഏജ് ഓഫ് റീസണിലാണ്. അപ്പോഴാണ് ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് ഹ്യൂമനിസം പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആളുകൾ ടൗണിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇംഗ്ലണ്ടിൽ ടൗണുകൾ കൂടുതലായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളൊക്കെ ജോലിക്കായാലും എല്ലാ കാര്യങ്ങൾക്കായിട്ടും ടൗണിനെ ആശ്രയിക്കുകയും ഒരു ബിസി റഷ് കെയോട്ടിക് ലൈഫാണ് എന്ത് ചെയ്യുന്നത്, ലണ്ടനിലായാലും എവിടെയായാലും ടൗണുകളിൽ കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ആ സമയത്ത് അതിനോടുള്ള ഒരു മടുപ്പും കൺട്രി ലൈഫിൻ്റെ സുഖത്തോടുള്ള ഒരു നിഷ്കളങ്കത അല്ലേ. ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഓണസ്റ്റ് ആയിട്ടുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കൺട്രി ലൈഫായിട്ട് കമ്പയർ ചെയ്യുന്നത് അല്ലേ. അതേസമയം ടൗൺ എന്ന് പറയുമ്പോൾ കുറച്ച് ക്രൂക്കഡ് ആയിട്ടുള്ള ബിസി ലൈഫുള്ള ആൾക്കാരായിട്ടാണ് കാണാം. സോ in that sense there was a widening interest of the pre-romantic poets were not circumscribed by the town life and the manners of the school of pop. സ്കൂൾ ഓഫ് പോപ്പിനോടുള്ള എതിർപ്പുമുണ്ട്. അതേപോലെ തന്നെ ടൗൺ ലൈഫിനെ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ പ്രീ റൊമാൻറ്റിക് പോയറ്റ്സ് ടൗൺ ലൈഫ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ ആളുകൾ അതിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നതും അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൺട്രി ലൈഫ് ആൻഡ് ഫ്രഷ് ഇൻട്രസ്റ്റ് ഇൻ മാൻസ് പൊസിഷൻ ഇൻ ദ വേൾഡ് ഓഫ് നേച്ചർ ബിഗാൻ ടു ബി അസേർട്ടഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൺട്രി ലൈഫിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള പോയട്രിയൊക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നേച്ചറിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ കൂടി അതിലൂടെ ശ്രമിച്ചു. നെക്സ്റ്റ് ഇസ് സിമ്പതി ഫോർ ദി പുവർ ആൻഡ് ദി ഒപ്രസ്ഡ്. അതായത് വേൾഡ് ഈസ് ചേഞ്ചിങ്. മണിയുള്ളവൻ ഇല്ലെങ്കിൽ പൈസയുള്ളവൻ കൂടുതൽ പണക്കാരനാകാനും ഇല്ലെങ്കിൽ തൊഴിലാളികളെ ഉപയോഗിക്കാനും അതുവഴി കൂടുതൽ സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഗ്രാമങ്ങളിൽ അതുപോലെ ഒരുപാട് ദരിദ്രരായ ആൾക്കാരുണ്ട്, ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ലണ്ടൻ എന്നുള്ള വില്യം ബ്ലേക്കിൻ്റെ പോയം നല്ലൊരു എക്സാമ്പിളാണ്. അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഫ്യൂഡൽ സിസ്റ്റമൊക്കെ വന്ന് ആളുകളെ ഒപ്രസ്ഡ് ആയി പോയത്, ഇല്ലെങ്കിൽ റൂൾസ് കൊണ്ട് എങ്ങനെയാണ് ജനങ്ങളെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇൻ ദ സെയിം വേ ആൻഡ് എൻലൈറ്റൻഡ് സിമ്പതി ഫോർ ദി പുവർ ആൻഡ് ദി ഒപ്രസ്ഡ് ബിക്കെയിം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ന്യൂ സ്കൂൾ. അതായത് ഈ പുതിയ പോയറ്റിക് ആ ഒരു ഫീൽഡിൽ ഈ പറയുന്ന അതായത് ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള പുവറായിട്ടുള്ള ആൾക്കാരോടുള്ള ഒരു സിമ്പതിയും കൂടി നമുക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇൻ ലിറ്ററേച്ചർ ഓഫ് ദിസ് ടൈം വർക്ക് ഓഫ് കൗപ്പർ, ബേൺസ്, ക്രാബ് ആൻഡ് ഗ്രേ പെർസീവ് ദ റെവല്യൂഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് മെൻ. അതുവഴി അവർ ആ പുവറിനെ കുറിച്ചും ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചും എഴുതുമ്പോൾ അതിലൂടെ ഒരു റെവല്യൂഷനാണ് ആര് ശ്രമിച്ചത്, വില്യം കൗപ്പറിനെ പോലെ, റോബർട്ട് ബേൺസിനെ പോലെ, ക്രാബിനെ പോലെ, തോമസ് ഗ്രേ പോലെയുള്ള റൈറ്റേഴ്സ് ശ്രമിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദേ ഷോൺ ഇൻട്രസ്റ്റ് ടു ദി മിഡിൽ ഏജസ്. ഇൻട്രസ്റ്റ് ഇൻ ദ മിഡിൽ ഏജസ് ആൻഡ് സെൽറ്റിക് മിത്സ് ബിഗാൻ ടു ബി ഫെൽറ്റ്. ദ ട്രാൻസിഷണൽ പോയറ്റ്സ് ടേൺഡ് ദെയർ ഗേസ് ഓൺ ദ പാസ്റ്റ്, റിവൈവിംഗ് ദ ഹോറി traditions of Middle Ages which had wrongly been dubbed as barbarous by Dryden, Pope and Johnson. Now Gothic became the term of admiration rather than reproach. എന്താണ് പറയുന്നത്, മുമ്പ് പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിഷണൽ പോയറ്റ്സ്, റൊമാൻറ്റിക് പോയറ്റ്സ് വരുന്നതിന് മുമ്പ് മിഡിൽ ഏജിലുള്ള കാര്യങ്ങളെ ബാർബേറിയസ് ആയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ലിറ്ററേച്ചറിലൂടെ അലക്സാണ്ടർ പോപ്പും ഡ്രൈഡനും ഒക്കെ ശ്രമിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അതായത് പഴയകാല ചരിത്രങ്ങളെ, മിത്തുകളെ, കഥകളെ ഒക്കെ തന്നെ എന്ത് ചെയ്തു, അത് അൺകൾച്ചേർഡ് ആണ്, അത് സൊസൈറ്റിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യമല്ല എന്ന് കരുതി
തൻ്റെ ട്രഡീഷൻസിനെ തന്നെ തള്ളിക്കളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ബട്ട് ട്രാൻസിഷണൽ പോയിറ്റ്സ് വന്നപ്പോൾ അവർക്ക് എന്ത് കിട്ടി, ഇമ്പോർട്ടൻസ് കിട്ടി എന്നാണ് പറയുന്നത്. ലാബെല്ലെ ഡെയിംസ് ആൻഡ് മേഴ്സി എന്ന് പറയുന്നൊരു പോയമുണ്ട്. അതിലെന്താണ് ആ ഒരു നൈറ്റിൻ്റെ അല്ലെങ്കിൽ ഏഞ്ചൽസിനെ കുറിച്ചുള്ള ഇതൊക്കെ വളരെ മനോഹരമായിട്ട് പ്രകൃതിയോട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ദേ ആർ ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഓർ ദേ ആർ കോപ്പിയിങ്, ദേ ആർ റീഇൻട്രൊഡ്യൂസിങ് ദി മിത്ത് റിലേറ്റഡ് ഇൻ മിഡിൽ ഏജസ്. അപ്പോൾ മിഡിൽ ഏജസിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ ഗോത്തിക് കൾച്ചർ അല്ലെങ്കിൽ ഗോത്തിക് കാര്യങ്ങളൊക്കെ തന്നെ ഒരു ടേം ഓഫ് അഡ്മിറേഷൻ, മുമ്പ് തള്ളിക്കളഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി, റിവൈവ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിനോടുള്ള അഡ്മിറേഷനും സ്റ്റാർട്ടാവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ആൻഡ് ദ സിംപ്ലിഫിക്കേഷൻ ഓഫ് തീംസ് ഓഫ് പോയട്രി, അതായത് നമുക്കറിയാം ആദ്യകാലങ്ങളിൽ നമ്മൾ മിഡിൽ ഏജസും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന എലിസബത്തൻ പീരീഡിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാം എന്താണ് ഗോഡിനെ കുറിച്ചും ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങളാണ്, ഒരു സബ്ലിം ആയിട്ടുള്ള വിഷയങ്ങളാണ് എന്ത് ചെയ്തിരുന്നത് പോയട്രീസിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുക. സെയ്റ്റൻ്റെ സ്റ്റോറീസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഗോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഗോഡ് അല്ലെങ്കിൽ ചേർച്ച് റിലേറ്റഡ്, കിങ് റിലേറ്റഡ്, അങ്ങനെ വലിയ വലിയ മെജസ്റ്റിക് ആയിട്ടുള്ള ടോപ്പിക്സാണ് എപ്പോഴും പോയട്രിയിൽ കാണാൻ വേണ്ടി സാധിച്ചിരുന്നത് ലിറ്ററേച്ചറിൽ. അപ്പോൾ അത് മാറി സിംപ്ലിഫിക്കേഷൻ ഓഫ് തീംസ് ഓഫ് പോയട്രി എന്നുള്ളൊരു കാര്യം വന്നു. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കുകൾ പോയട്രിയിൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. സോ ഫോർ എക്സാമ്പിൾ എന്താണ്, കൺട്രി ലൈഫ് എന്ന് പറയുന്നത് നല്ല എക്സാമ്പിളാണ്. അല്ലെങ്കിൽ നേച്ചർ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ നേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ലവ് തുടങ്ങിയ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. സോ ദർ വാസ് എ ക്വസ്റ്റ് ഫോർ എലമെൻ്ററി തീംസ് വിച്ച് സോട്ട് എമംഗ് ദി അൺസൊഫിസ്റ്റിക്കേറ്റഡ് കൺട്രി ഫോക്ക് റാദർ ദാൻ അമിഡ് കോംപ്ലക്സിറ്റീസ് ഓഫ് ദി കൾച്ചർ ആൻഡ് റിഫൈൻമെൻറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലൂസിഫറിൻ്റെ ഇല്ലെങ്കിൽ ഈ പറയുന്ന പാരഡൈസ് ലോസ്റ്റ് പോലെയുള്ള വർക്ക്സ് ഒന്നും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതേസമയം വേർഡ്സ്വർത്തിൻ്റെ ഒരു പോയം 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ അത്രയും ആ ഒരു ലെവലിൽ നിന്നും, ആ ഒരു പാരഡൈസ് ലോസ്റ്റ് ലെവലിൽ നിന്നും എന്ത് ചെയ്തു, സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലെ ഇല്ലെങ്കിൽ അവൻ്റെ അടുത്തുള്ള ടോപ്പിക്സാണ് കൺട്രി ഫോക്സിന് പോലും മനസ്സിലാവുന്ന അൺസഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള തീംസിനെയാണ് എന്ത് ചെയ്തത് ട്രാൻസിഷണൽ പോയിറ്റ്സും റൊമാൻറ്റിക് പോയിറ്റ്സും ഒക്കെ തന്നെ ഫോക്കസ് കൊടുത്തിരുന്നത്. സോ കോംപ്ലക്സിറ്റീസ് ഓഫ് കൾച്ചർ കൾച്ചറിൽ തന്നെയുള്ള കോംപ്ലക്സിറ്റീസ് ഒക്കെ മാറ്റി വളരെ ദേ വർ ചോസ് തീംസ് ലൈക്ക് റെയിൻബോ, സ്മോൾ എലമെൻറ്റ് ഓഫ് നേച്ചർ, പ്രകൃതിയിലെ ചെറിയൊരു കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെ, സോളിറ്ററി റീപ്പർ തുടങ്ങിയ പോയംസൊക്കെ അതിന് നല്ല എക്സാമ്പിളാണ്. ഓക്കെ, അതായത് നമ്മൾ ഡാഫോഡിൽസ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ പൂക്കളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ, ഒരു ലേക്കിൻ്റെ സൈഡാണ് പറയുന്നത്. അതുപോലെ ഓരോ പോയത്തിനും വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ് എന്ത് ചെയ്യാൻ ശ്രമിച്ചത്, ഇവർ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ലാസ്റ്റ് വൺ ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ദാറ്റ് റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദി ഹീറോയിക് കപ്ലറ്റ്. എന്താണ് ഹീറോയിക് കപ്ലറ്റ്? അതായത് ഈ വലിയ വലിയ കൃതികളൊക്കെ എഴുതുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്നൊരു കാര്യമാണ് ഹീറോയിക് കപ്ലറ്റ്. ഓക്കെ, അപ്പോൾ ദർ വാസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ പോയറ്റിക് ഫോംസ് ഓഫ് ദി അഗസ്തൻ ഏജ്. അതൊക്കെ പണ്ടൊക്കെ ആ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ അഗസ്തൻ ഏജിലായിക്കോട്ടെ അതിന് മുമ്പായിക്കോട്ടെ പോയട്രി എഴുതുന്നതിന് ഒരു കറക്റ്റ് റൈം പാറ്റേൺ ഒക്കെ ഉണ്ടാവണം, മീറ്ററൊക്കെ ഉണ്ടാവണം എന്നാണ് റൂൾ. അപ്പോൾ അതല്ലാതെ അതിനോടൊക്കെ തന്നെ എഗെയിൻസ്റ്റായി ഒരു ഫ്രീ വേർഡ്സ് എന്നുള്ള രീതിയിലേക്ക് പോയട്രി മാറാൻ തുടങ്ങുന്നത് ഈ ഒരു പീരീഡിലാണ്. ഓക്കെ, so the poets of new revival came back to the old forms such as lyric and ballad. ബാലഡ് പോലെ ലിറിക്ക് പോലെയുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി അവരെന്ത് ചെയ്തു, അതിനെ റിവൈവ് ചെയ്യാനാണ് ശ്രമിച്ചത്. ആൻഡ് യങ് കോളിൻസ് ഗ്രേ ഓൾസോ ഇമിറ്റേറ്റിംഗ് ദ മിൽട്ടൺസ് ബ്ലാങ്ക് വേഴ്സസ് ആൻഡ് ഏർലി ലിറിക്കൽ വർക്ക്. പക്ഷേ ഇവർ എഴുതാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ തന്നെ എന്ത് ചെയ്തിരുന്നു, മിൽട്ടനെ പോലെയുള്ള എഴുത്തുകാരുടെ സ്റ്റൈലൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതിൽ നിന്ന് മാറ്റങ്ങളുണ്ടായി എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിക് പോയട്രി അല്ലെങ്കിൽ പ്രീ റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് പ്രീ റൊമാൻറ്റിക് പോയറ്റ്സിനെ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് തോമസ് ഗ്രേ. ഹിസ് പോയംസ് ഡിവൈഡഡ് ഇൻ ടു 3 പീരിയഡ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് 3 പീരീഡായിട്ട് തിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് ഹൈം ടു അഡ്വേഴ്സിറ്റി, ഓട്ട് സ്പ്രിങ് ഓൺ ഡിസ്റ്റൻറ്റ് പ്രോസ്പെക്റ്റ് ഓഫ് എറ്റൺ കോളേജ് എന്ന് പറയുന്നത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിലുള്ള പോയട്രിയാണ്. സെക്കൻഡിൽ വരുമ്പോൾ ദ എലജി റിട്ടേൺ ഇൻ കൺട്രി ചർച്ച്യാർഡ്, ദ പ്രോഗ്രസ് ഓഫ് പോയസി, ദ ബാർഡ്. തേർഡിൽ വരുന്നതാണ് ദ ഫാറ്റൽ സിസ്റ്റേഴ്സ് ആൻഡ് ഡെസെൻഡ് ഓഫ് ഓഡിൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് 1716 to 17
1771 ഓക്കെ. ഒരു 18th സെഞ്ച്വറിയുടെ ഒരു തുടക്കം എന്ന് പറയുന്ന സമയത്താണ് ഇവരൊക്കെ ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഒലിവർ ഗോൾഡ്സ്മിത്ത് 1728 to 1774. His two poems are very famous, The Traveler and The Deserted Village. Okay. In The Deserted Village we can see the voices so perfectly the revolt of the individual man against ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെയുള്ള ഒരു പ്രതികരണമായിട്ടാണ് നമുക്ക് ആ ഒരു പോയം കാണാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് ഇസ് വില്യം കോപ്പറിൻ്റെ പോയംസ് എന്ന് പറയുന്നത് ദ പ്രോഗ്രസ് ഓഫ് എറർ, ട്രൂത്ത്, ടേബിൾ ടോക്ക്, ദ ടാസ്ക് എന്ന് പറയുന്നത് അദ്ദേഹം ബ്ലാങ്ക് വേർഡ്സിൽ എഴുതിയിട്ടുള്ള ഒരു ലോങ് പോയമാണ്. നെക്സ്റ്റ് ഇസ് റോബർട്ട് ബേൺസ്. ഹീസ് ഫ്രം സ്കോട്ട്ലൻഡ് ആൻഡ് ഹിസ് പോയംസ് എ ഫോൺ കിസ്, റെഡ് റോസ് പോയംസൊക്കെ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള പോയംസാണ്. ഇതിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കോട്ടിഷ് ലവാണ്, അല്ലെങ്കിൽ ആ സ്കോട്ടിഷ് ട്രഡീഷൻ അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിൽ കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പോയംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ കോട്ടേഴ്സ് സാറ്റർഡേ നൈറ്റ്, ടു എ മൗസ്, ടു എ മൗണ്ടൻ ഡേസി, മാൻ വാസ് മെയ്ഡ് ഓഫ് മൂൺ, ദ ടോയ് ഡോഗ്സ്, ഹലോവിൻ. ഈ പോയത്തിൻ്റെയൊക്കെ ടൈറ്റിൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ്. ഡെയ്സിയെക്കുറിച്ച്, മൗസിനോട്, അതുപോലെ തന്നെ ഡോഗ്സിനെ കുറിച്ച്, എപ്പിസ്റ്റൽ ടു എ യങ് ഫ്രണ്ട്, അഡ്രസ് ടു അങ്കിൾ ഗൈഡ്, ദ വിഷൻ തുടങ്ങിയവ. നെക്സ്റ്റ് ഇസ് വില്യം ബ്ലേക്ക്, മോസ്റ്റ് ഫേമസ് എമംഗ് ദി pre-romantic poets, and the poetic sketches published in 1783, the collection of earliest poetry. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പോയംസിനെ 2 ഡിവിഷനായിട്ടാണ്, 2 വോളിയൂംസ് ആയിട്ടാണ് കാണുന്നത്. ഒന്ന് സോങ് ഓഫ് ഇന്നസെൻസ് ആൻഡ് സോങ് ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ. അതിൽ സോങ് ഓഫ് ഇന്നസെൻസിലാണ് ദ ടൈഗർ, ദ ലാംബ് തുടങ്ങിയവ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഈ ഏജ് ഓഫ് ട്രാൻസിഷൻ ഇല്ലെങ്കിൽ പ്രീ റൊമാൻറ്റിക് പോയട്രിയുടെ പ്രത്യേകതകളും പോയറ്റ്സിനെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.